ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ കംപ്ലീറ്റ് ഒരു ട്യൂട്ടോറിയലാണ് ഇത്. മര്യാദക്ക് ഈ ഒരു ആപ്പിനെ പറ്റി പരിചയപ്പെടാതെ, ഡ്രൈവർ ആപ്പ് നമ്മൾ മര്യാദക്ക് പരിചയപ്പെടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം ഞാനിവിടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അക്കൗണ്ട് യൂബർ ബ്ലോക്ക് ചെയ്തതാണ്. അപ്പം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നും ഇതെങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഇടയ്ക്ക് വെച്ച് പറയാം. ഇതെങ്ങനെ കിട്ടി, എന്താണ് കാരണം എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഇടയ്ക്ക് വെച്ച് പറയാം. ഇപ്പം എന്തായാലും യൂബർ ഓടിക്കാൻ വരുന്നവരായിരിക്കും മിക്കവാറും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പം വീഡിയോ ഒരു യൂബർ അക്കൗണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, പിന്നെ നമ്മൾ ഈ വീഡിയോ, എൻ്റെ ഈ ചാനൽ കൂടുതലും യൂബർ ഓട്ടം കുറവാണെങ്കിൽ ഓട്ടം എങ്ങനെ കിട്ടും, യൂബർ ഓടുമ്പോൾ എക്സ്ട്രാ മണി നമുക്ക് എങ്ങനെ ഒപ്പിക്കാൻ കഴിയും, എവിടെ കിടന്നാൽ ഓട്ടം കിട്ടും, ഏത് സമയത്ത് ഓടിയാൽ ഓട്ടം കിട്ടും, ഏതൊക്കെ വണ്ടി ചൂസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പഴയ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന പുതിയ വീഡിയോകളിലും ഇതിനെപ്പറ്റിയൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് യൂബർ ഓടിക്കാൻ കൊച്ചിയിലേക്ക് വരുന്നവരെന്തായാലും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ യൂബർ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഓട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം, മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു നമുക്കൊന്ന് നോക്കാം ഈ ആപ്പിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം ആദ്യമേ നമ്മൾ ഈ ആപ്പ് ഓൺ ആക്കുമ്പോഴേ ഇത് ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, നമുക്ക് ഏറ്റവും ആദ്യമേ വേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടം വരാൻ നേരം അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് എന്താണ്, അതിൻ്റെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇപ്പം ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു ഒരു ഓട്ടം വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം, ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഓട്ടം വരുമ്പോൾ ഇത് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഓട്ടം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എത്ര രൂപയാണ് ഫെയർ, എങ്ങോട്ടാണ് ഓട്ടം, എവിടെ നിന്നാണ് പിക്കപ്പ്, എത്ര കിലോമീറ്റർ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളതിൽ ഓക്കെ ഒരു 2 എന്ന് പറഞ്ഞൊരു ഒരു മ്യൂസിക്കോട് കൂടിയായിരിക്കും നമുക്കൊരു മെസ്സേജ് വരുന്ന പോലെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നമ്മളിൽ ഓക്കെ ഞെക്കാൻ നേരത്ത് അടുത്തത് ഇതുപോലെ നമുക്ക് ചെല്ലേണ്ട പിക്കപ്പ് ഡെസ്റ്റിനേഷൻ കാണും. അപ്പോൾ അതിലൊന്നും കൂടി നാവിഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വണ്ടി യൂബർ ടാക്സി ബുക്ക് ചെയ്ത ആളുടെ അടുത്തേക്കായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ചെല്ലാൻ നേരം നമ്മൾ ആദ്യമേ അവർ നമുക്ക് ഒരു OTP അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ഇവിടെ കൊടുക്കാൻ നേരത്ത് അവിടെ ചെന്നിട്ട് ട്രിപ്പ് തുടങ്ങാൻ നേരത്ത് നമ്മൾ അവിടെ ചെല്ലുന്നിടത്ത് അവിടെ എത്തുന്നതിൻ്റെ ഒരു ഇത് കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു OTP അവിടെ ഒരു 4 അക്ക OTP ഉണ്ടാവും. ആ OTP നമ്മൾ അടിച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അവർ അവർക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ ഡെസ്റ്റിനേഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ നാവിഗേറ്റ് കൊടുത്താൽ മതി. പിന്നെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലെ തന്നെ ട്രിപ്പ് കഴിയുമ്പോഴും നമുക്കൊരു OTP ഉണ്ടാവും. നമ്മൾ ആ OTP മേടിച്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ട്രിപ്പ് അയാളുടെ അടുത്ത് നിന്ന് പോരാടും. കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലൊക്കെയാണ് നമ്മൾ കൊണ്ടിറക്കുന്നതെങ്കിൽ അവർ ആ OTP തരാണ്ട് അവർ ധൃതി വെച്ച് പോയി നമുക്ക് ആ OTP കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ OTP ഇല്ലാതെ ആ ട്രിപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തുമില്ല. എന്നാണോ നമുക്കത് OTP കിട്ടുന്നത് അത്ര നേരത്തെ വെയിറ്റിംഗ് ചാർജും ഓടിയ പൈസയും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോങ് ട്രിപ്പ് ആണെങ്കിൽ ട്രിപ്പ് എൻഡ് ചെയ്യാൻ നേരത്ത് ഒരു OTP ഉണ്ടാവും. ആ OTP കൺഫേം ആയിട്ട് നമ്മൾ മേടിച്ചേ പറ്റൂ. ഓക്കെ, അവർ ചിലപ്പോൾ ധൃതി വെച്ച് ആൾക്കാർ പോകുന്നതായിരിക്കും എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് അങ്ങനത്തെ ഒരു പണി പാലക്കാട് വെച്ച് കിട്ടിയിട്ടുണ്ട്. അവസാനം 10-18 കിലോമീറ്റർ തിരിച്ചു പോയി ഞാൻ ആ ഒരു പാലക്കാട് ഒരു ചെറിയൊരു ഒരു ചേരി പോലത്തെ ഒരു സ്ഥലത്തൊക്കെ വഴിയെ മറന്നു. എന്നിട്ട് ഞാൻ തപ്പി പിടിച്ച് അങ്ങോട്ട് പോയി, എങ്ങനെയൊക്കെ ചെന്നാൽ അവരെ നിന്ന് ഞാൻ OTP പിടിച്ചു. അവരെ വിളിച്ചാൽ കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. OTP ലോങ് ട്രിപ്പ് ആണെങ്കിൽ കൺഫേം ആ OTP നമ്മൾ എൻ്റെ ട്രിപ്പിൻ്റെ OTP നമ്മൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഓട്ടം വരുമ്പോൾ നമ്മൾ ആ ട്രിപ്പ് എടുക്കുന്നത്. ട്രിപ്പ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ OTP മേടിക്കുക, കൺഫേം കൊടുക്കുക, അവർ പോകേണ്ട ലൊക്കേഷൻ വരും, അടിച്ച് പോവുക, അടിച്ച് കയറി വാ. ഇനി അടുത്ത് നമ്മൾ ഈ ആപ്പിൻ്റെ മറ്റുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ ഈ പനിയായിട്ട് ഞാൻ കുറച്ച് ദിവസം ഇറങ്ങി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് എടുക്കുന്നവർ ഫസ്റ്റ് വരുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് റിക്വേർഡ് ആക്ഷൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ അടിയിൽ കാണാം. ഇപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. കണ്ടോ, നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ചെക്ക്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും, ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും, പിന്നെ പാൻ കാർഡ്, പിന്നെ പ്രൊഫൈൽ ഫോട്ടോ.
ആ പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പോഴും നല്ല വൃത്തിയുള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക, കാരണം പിന്നെ ചേഞ്ച് ചെയ്യാൻ ഇച്ചിരി പാടാം. അതിന് നമുക്ക് ഉള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, RC സർട്ടിഫിക്കറ്റ് കൊടുക്കണം, വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കൊടുക്കണം, വെഹിക്കിളിൻ്റെ പെർമിറ്റ് കൊടുക്കണം. ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ ഗോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഗോ എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഓൺലൈൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീടാണ് നമുക്ക് ഓട്ടം വരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഓട്ടം വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ 00 എന്ന് എഴുതി കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ എത്ര രൂപ ഏൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കണ്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിൽ ഓഫാക്കി ഇടാം, കാണുന്ന രീതിയിലും ഇടാം. അപ്പം അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, അന്നത്തെ ദിവസം എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു, എത്ര രൂപ നമ്മൾ ഏൺ ചെയ്തു, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വീക്ക്ലി സമ്മറി എന്നും പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ്, കാരണം ആ ആഴ്ചയിൽ നമ്മൾ എത്ര രൂപയൊക്കെ ഓടി, ഏറ്റവും കൂടുതൽ രൂപ എത്ര രൂപയാണ് ഓടിയത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അത് എന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചിട്ട്, ഞാൻ ഓടിയ ഒരാഴ്ചത്തെ സംഭവത്തിന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ഓടിയ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പ് എമൗണ്ട് ഓടിയത് 3310, അത് ഇവിടെ ഇങ്ങനെ കാണാം. മൊത്തം ആ ഒരു എമൗണ്ട് എത്രയാണ് കണ്ടോ. ആ ആഴ്ചയിൽ മൊത്തം നമ്മൾ എത്ര രൂപ ഓടിയെന്ന് ഈ മുകളിൽ കാണും. ഓരോ ദിവസം എത്ര രൂപ ഓടിയെന്ന് നമ്മൾ കാണും. ആ ഓരോ ദിവസം പ്രത്യേകം എടുക്കുവാണെങ്കിൽ കണ്ടോ, ഈ ആഴ്ച മൊത്തം ഞാൻ ഓടിയത് 86 അവർ ഞാൻ ഓടി, 75 ട്രിപ്പ് കിട്ടി. എനിക്ക് മൊത്തം കിട്ടിയത് ഏണിങ്സ് 17,677 രൂപയാണ് ഞാൻ ആ ആഴ്ചയിൽ ഓടിയത്. ഓട്ടം കുറവായിരുന്നു. അപ്പം അതിൻ്റെ ഓരോ ദിവസം നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ കണ്ട, ആ ദിവസത്തെ 12 അവർ ഓൺലൈനിൽ ഇരുന്നു മൊത്തം 16 ട്രിപ്പ് കിട്ടി. എനിക്ക് ക്യാഷ് കിട്ടിയത് ടോട്ടൽ ഏണിങ് 2,981 രൂപയാണ് ഏണിങ് കിട്ടിയത്. ഇനി അത് അടിയിൽ വേറൊരു ഓപ്ഷൻ കൂടി വരും, ക്യാഷ് കളക്റ്റഡ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്കിപ്പം കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ യൂബറിൻ്റെ കമ്മീഷനും കൂടി ഉൾപ്പെടെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ യൂബറിൻ്റെ കമ്മീഷനും കൂടി ഉൾപ്പെടെയുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് എപ്പോഴും ഇവിടെ കാണിക്കും. എന്നിട്ട് ആഴ്ചയിൽ നമ്മൾ ആ കമ്മീഷൻ, യൂബറിൻ്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി പൈസ, അതായത് യൂബറിന് ഓരോ ട്രിപ്പിന് ഇത്ര രൂപ കമ്മീഷൻ ഉണ്ട്, ആ കമ്മീഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ഈ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊത്തം നമുക്ക് കിട്ടുന്നത് ഈ യൂബറിൻ്റെ കമ്മീഷനും കൂടി ഉൾപ്പെടെയുള്ള എമൗണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് മാത്രം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ദിവസത്തെ ഏതൊക്കെ ട്രിപ്പ് എടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കണ്ടോ, നമ്മൾ ആ ദിവസം എത്ര ട്രിപ്പ് ഓടി, അതെങ്ങോട്ടാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഈ റീകാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് നമുക്ക് അവർ ആദ്യമേ വെച്ച ഡെസ്റ്റിനേഷനിലേക്കാളും കുറച്ചുകൂടി കൂടുതൽ പോകാൻ നിർത്തും, അല്ലെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ ബ്ലോക്കിലൊക്കെ കിടക്കാൻ നിർത്തും, നമുക്ക് കുറച്ചുകൂടി പൈസ കൂടുതൽ കിട്ടും. അതാണ് റീകാൽക്കുലേറ്റ് എന്ന് കാണിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അത് എത്ര രൂപയ്ക്ക് ഓടി, യൂബർ ഗോ ആണോ ഇൻ്റർസിറ്റി ആണോ. ഇവിടെ യൂബർ ഗോ ആണെങ്കിൽ യൂബർ ഗോ എന്ന് വരും, ഇൻ്റർസിറ്റി ആണെങ്കിൽ ഇൻ്റർസിറ്റി എന്ന് വരും. എത്ര മണിക്കൂർ എടുത്തു, എത്ര കിലോമീറ്റർ എടുത്തു, കണ്ടോ, എങ്ങോട്ടാണ് ഈ ഓട്ടം, അതിനൊക്കെയുള്ള ഡീറ്റെയിൽസ്. 22 കിലോമീറ്റർ ഡീറ്റെയിൽസ് വെക്കാൻ നേരം 36 മിനിറ്റ് എടുത്തു. ടോട്ടൽ ഡിസ്റ്റൻസ് 22 മണിക്കൂർ. കൊച്ചിൻ സ്പെഷ്യൽ സോണിൽ നിന്ന് ആലുവയിലേക്കുള്ള ട്രിപ്പായിരുന്നു. കണ്ടോ, അടുത്ത ട്രിപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ക്യാഷ് കളക്റ്റഡ് എന്നും പറഞ്ഞാണ്. ഇപ്പോൾ ചില ട്രിപ്പുകൾ നമുക്ക് ഓൺലൈൻ ട്രിപ്പുകൾ വരാറുണ്ട്, അതായത് ക്യാഷായിട്ട് നമുക്ക് തരത്തില്ല, ഓൺലൈൻ ട്രിപ്പായിരിക്കും. അങ്ങനെ ഓൺലൈൻ ട്രിപ്പുള്ളടുത്ത് നമുക്ക് ഈ ക്യാഷ് കളക്റ്റഡ് എന്നും പറഞ്ഞ ഓപ്ഷൻ വരത്തില്ല. അവിടെ ജസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് യൂബർ ഗോ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കവിടെ വരത്തുള്ളൂ. നമ്മുടെ കയ്യിലേക്ക് ക്യാഷായിട്ട് മേടിക്കേണ്ടതാണെങ്കിൽ അവിടെ എമൗണ്ട് എഴുതി കാണിക്കും, ക്യാഷ് കളക്റ്റഡ് എന്നും പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കും. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് കൊടുത്ത് ആ ട്രിപ്പ് ക്ലോസ് ആവും. ഇപ്പോൾ നമുക്ക് അവർ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ ക്യാഷ് കളക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കത്തില്ല, നമ്മുടെ ഏണിങ്സ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അത് ഓൺലൈൻ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കത്തില്ല, ട്രിപ്പ് കഴിയാൻ നേരത്ത് കംപ്ലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ, എമൗണ്ട് ഒന്നും വരത്തില്ല. അത് നമുക്ക് അങ്ങനെ തിരിച്ചറിയാം, ഓൺലൈൻ പേയ്മെൻ്റ് ആണോ അത് ക്യാഷ് പേയ്മെൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോരോ ട്രിപ്പും കാണിക്കുന്നുണ്ട്. കണ്ടോ, 150 വേറൊരു ട്രിപ്പ്, ചെറിയ ട്രിപ്പ്, അതൊക്കെ 330. ഇതുപോലെ തന്നെ നമുക്ക് ആ ദിവസം ഓടിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും, എത്ര രൂപയ്ക്ക് ഓടി, അതിൻ്റെ ഫുള്ളായിട്ട്. കണ്ട, ഇത് ഈ 00 എന്നും പറഞ്ഞ് കാണിക്കുന്ന കസ്റ്റമർ ക്യാൻസൽ ചെയ്ത ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ക്യാൻസലേഷൻ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ ട്രിപ്പ് എടുത്ത ആളുടെ അടുത്ത് എത്തിയിട്ടാണ് അവർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ ഫീ കിട്ടും. മറിച്ച് നമ്മൾ അവരുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല, പകുതി വരെ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യൂബർ നമുക്ക് അങ്ങനെ ഒരാൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അപ്പം തന്നെ അടുത്ത് ട്രിപ്പ് തരും കേട്ടോ. നമുക്ക് ആ ഒരു കുറച്ച് ഓട്ടം ഓടി ഒരു ചെറിയൊരു CNG നഷ്ടം ഉണ്ടായി കാണുമല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഓട്ടം നമുക്ക് യൂബർ നമുക്ക് എന്തായാലും തരും, ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല.
നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, നമുക്കിപ്പോൾ ചെറിയൊരു നഷ്ടം വന്നാൽ യൂബർ ആ നഷ്ടം നമുക്ക് നികത്തി തരും. അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ആ ആഴ്ചയിലെ മൊത്തം ഡീറ്റെയിൽസാണ്. എത്ര ട്രിപ്പ് ഓടി, എത്ര രൂപയ്ക്ക് ഓടി, ഏതൊക്കെ ഓടണം, ഓരോ ട്രിപ്പ് വൈസുള്ള ട്രിപ്പ്. ഇനി അടുത്ത് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ ആഴ്ചയിൽ എത്ര രൂപയ്ക്ക് ഓടി എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് മൊത്തം ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഈ ഇടത് സൈഡിൽ പിന്നെ ഇതിനകത്തുള്ള ഈ റൗണ്ട് സെർച്ച് ബട്ടൺ എന്തിനാന്ന് പറയും. ഇപ്പം നമ്മൾ ഹോം സെറ്റ്, ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഓട്ടോ ഓടി ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ വൈകുന്നേരമായി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ, അതായത് നമ്മുടെ വീടിൻ്റെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഈ ഹോം എന്നും പറഞ്ഞുള്ളത് ഇട്ട് നാവിഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഓട്ടം മാത്രം നമുക്ക് കിട്ടും. അപ്പം അല്ലാണ്ട് നമ്മൾ ഓൺലൈനിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് വരിക. അപ്പം നമുക്ക് നമ്മുടെ വീട് തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലേക്ക് വരാൻ നേരത്ത് നമുക്ക് നിർത്താനുള്ളൊരു ഉദ്ദേശം ഒരു 12 മണിയൊക്കെ ആയെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ പോണ വഴിക്ക് എന്തായാലും ഓൺലൈനായിട്ട് ഓട്ടം കിട്ടിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടോ ഇട്ട് പോരും. അപ്പം നമ്മൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമ്മുടെ ഹോമിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ആ തൃപ്പൂണിത്തുറ സൈഡിലേക്കുള്ള ഓട്ടം മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ആലുവയിൽ നിന്ന് വരുന്ന വഴി ചിലപ്പം കളമശ്ശേരി എത്തുമ്പോൾ വീണ്ടും തിരിച്ച് പുറകോട്ട് എയർപോർട്ട് കിട്ടും. അപ്പോൾ ഈ 12 മണിക്ക് വീണ്ടും എയർപോർട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മറിച്ച് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോം ഇടുവാണെങ്കിൽ നമുക്ക് ആ ഹോമിലേക്കുള്ള ഓട്ടം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു സെർച്ച് ബാറിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് കണ്ടോ, നമ്മൾ ഈ വലതുവശത്ത് ഈ 3 കുത്തുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നേരം നമുക്ക് എയർപോർട്ടിൻ്റെ പീക്ക് ടൈമും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. എയർപോർട്ടിൽ ഏത് സമയത്താണ് പീക്ക് ടൈം, അവിടെ എപ്പോൾ നമ്മുടെ സ്ലോട്ട്, അത് ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമ്മൾ എയർപോർട്ട് സെലക്ട് ചെയ്യുന്ന നേരത്ത് കണ്ടോ, ഇവിടെ COK വെയിറ്റിലോട്ട് എന്നൊരു സംഭവം. നമ്മൾ എയർപോർട്ടിലേക്ക് ഓട്ടം കിട്ടുവാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ അവിടെ ഒരു ലോട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, COK വെയിറ്റിലോട്ടെന്നും പറഞ്ഞാൽ കണ്ടോ, ഇപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ദൂരെയാണ്. ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു ഓട്ടം കിട്ടി എയർപോർട്ട് നമ്മൾ ചെന്നിട്ട് എയർപോർട്ടിൻ്റെ ഒരു ചുറ്റളവുണ്ട്. ആ ചുറ്റളവിൽ നമ്മൾ കിടക്കുവാണെങ്കിൽ ഈ COKയിൽ പിടിച്ച് നോക്കിയിട്ട് ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ കണ്ടു ഇപ്പോൾ ഇതിൻ്റെ യൂബർ COK ക്യൂ ഉണ്ട്. ഇത് അവിടെ കിടക്കുന്ന വണ്ടി, അതായത് ഇതുപോലെ ഓൺ ആക്കിയിട്ടിട്ട് കിടക്കുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യമേ വരുന്ന വണ്ടിക്ക് അവിടെ നിന്നുള്ള ഓട്ടം കിട്ടാനുള്ള പരിഗണന. ഞാനങ്ങനെ എയർപോർട്ടിൽ കിടക്കാറില്ല, കാരണം എനിക്കല്ലാണ്ട് തന്നെ എയർപോർട്ടിൽ കിടന്ന ഓട്ടം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം എയർപോർട്ടിൽ അങ്ങനെ പോയിട്ട് കിടന്നിട്ടുള്ളൂ. കാരണം പൊതുവേ എയർപോർട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ കിടന്ന ഓട്ടം കിട്ടില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ കിടക്കാണ്ട് വേറെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ അടുത്ത വീഡിയോ ഞാൻ പറയാം. ചില സ്ഥലങ്ങളിൽ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടം കിട്ടാത്ത സ്ഥലങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമുക്ക് പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടം കിട്ടും, പെട്ടെന്ന് റിട്ടേൺ ഓട്ടം കിട്ടും. അല്ലെങ്കിൽ നമ്മളവിടെ കിടന്ന് വെറുതെ കിടക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനും, നമ്മളിപ്പോൾ യൂബർ ഓടുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു എക്സ്ട്രാ ചില കടകളിൽ ചില ആൾക്കാരെ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് പൈസ കടക്കാർ കിട്ടുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകം കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ COKയുടെ ഈ ഒരു COK വെയിറ്റിലോട്ടെന്ന് പറഞ്ഞ സംഭവം അതാണ്. കാരണം നമ്മൾ എയർപോർട്ടിലേക്ക് ഓട്ടം പോയി നമുക്ക് അവിടുന്ന് റിട്ടേൺ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെല്ലുന്നവർക്ക് ഫസ്റ്റ് സെർവ് ചെയ്യുക, ഫസ്റ്റ് കം ആൻഡ് ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയാണത്. നമ്മൾ ആദ്യമേ ചെല്ലുന്ന വണ്ടിക്ക്, നമ്മളിപ്പം നമ്മുടെ വണ്ടി 40, ഇപ്പോൾ ഇതിൻ്റെ തന്നെ 41 to 45 കാറുകൾ ലോട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടം കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഓട്ടം കിട്ടും. അപ്പോൾ നമ്മളിവിടെ പീക്ക് ടൈം കൂടി നോക്കണം. കണ്ടോ, ഫ്ലൈറ്റ് ഏതൊക്കെ ഫ്ലൈറ്റ്, 13 ഫ്ലൈറ്റ് ഈ സമയത്തുണ്ട് 7 മണിക്ക്. അപ്പോൾ അതാണ് ഒരു ഫ്ലൈറ്റിൻ്റെ സമയം കാര്യം. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് അവിടെ കിടക്കാവുള്ളൂ. ചുമ്മാ കിടന്ന് ഓട്ടം കിട്ടില്ല, അവിടെ വെറുതെ കിടന്ന സമയം പോകും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം അതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഈ നമ്മൾ ഫ്ലീറ്റിൽ ഓടുന്ന വണ്ടിയാണെങ്കിലുണ്ടല്ലോ, നമുക്കിവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ വണ്ടി സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. നേരത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചില അക്കൗണ്ടിൽ നമുക്കിവിടെ ചായ കുടിക്കാൻ ബ്രേക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഈ വലതുവശത്ത് ഈ അടിയിലായിട്ട് ഈ 3 കുത്തിന് മുകളിലായിട്ട് വരാറുണ്ട്. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ്, നേരത്തെ ഉള്ളൊരു ഓപ്ഷനായിരുന്നു ഈ ഓട്ടോ കൺഫേം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം നമ്മൾ ചില സമയത്ത് ഈ ഓട്ടം വരാൻ നേരത്ത് ആ ഓട്ടം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനുമുമ്പ് അത് സംഭവം കട്ടായിപ്പോകും. അപ്പം ആ സമയത്ത് നമ്മൾ ഇപ്പോൾ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പോലും ഓട്ടം വരുവാണെങ്കിൽ തന്നെ ഓട്ടോ കൺഫേം ബുക്കിംഗ് എടുക്കുന്നൊരു
ഇതുണ്ട്. കാരണം ആപ്പ് തന്നെ അത് ഏത് ഓട്ടം വന്നാലൊക്കെ കൺഫേം ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ കൺഫേം ആയിക്കോളും. അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം ചില സമയത്ത് നമുക്ക് ഓട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് നമ്മൾ ഈ സാധനം മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പോകാൻ താല്പര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, വള്ളിക്കെട്ട് സ്ഥലങ്ങൾ. അപ്പം അങ്ങോട്ടുള്ള ഓട്ടം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചില്ലാത്ത സമയത്താണെങ്കിൽ ഓട്ടോ കൺഫേം ഇട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺഫേം ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിടാറില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിന്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് താല്പര്യം. ഇപ്പം അതില്ല. ഇപ്പം അതിന് പകരം പുതുതായിട്ടൊരു റഡാർ എന്ന് പറഞ്ഞ സംഭവം. കാരണം ഒരു ഏരിയയിൽ എല്ലാവർക്കും ആ ഓട്ടം വരും. അതിൽ ഏറ്റവും എലിജിബിൾ ആയ ഒരാൾക്ക് മാത്രമേ ആ ഓട്ടം എടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഫസ്റ്റ് കയറിയാൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് ആ ഓട്ടം കിട്ടും, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക്. അത് ചുമ്മാ വള്ളിക്കെട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അതാണ് ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം. ഈ ഓട്ടോ കൺഫേം മരിടിപ്പ് വന്നിരുന്ന റഡാർ എന്നും പറഞ്ഞ സംഭവം. അത് ചില സമയത്ത് നമുക്ക് ഓട്ടം കിട്ടും, ചില സമയത്ത് നമുക്ക് ഓട്ടം കിട്ടില്ല. അപ്പം അടുത്തായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ 3 കുത്ത് കണ്ടോ, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും. ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഇൻബോക്സ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് വരുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ. ഓരോരോ അപ്ഡേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെസ്സേജ് ആയിട്ട് വരും. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ അടിയിലാണ് റെഫർ ഫ്രണ്ടും വലിയ കാര്യമൊന്നുമില്ല, ആർക്കും റെഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. ഇനി അടുത്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം. അതായത് ഈ യൂബറിൻ്റെ അകത്ത് ഓട്ടോ ഉള്ള സമയമുണ്ട്, നല്ല പീക്ക് സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ മണി കിട്ടും. മീൻസ് നമുക്ക് ബോണസ് പോലെ, പ്രമോഷൻസും പറഞ്ഞ് ബോണസ് പോലെ. കാരണം ഓരോ 5 ഓട്ടം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 70 രൂപ, ഇന്ന സ്ഥലത്തേക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഓടിക്കഴിഞ്ഞാൽ അതൊക്കെ പീക്ക് അവറാണ്. വണ്ടികൾ കുറവായതുകൊണ്ട് ആ സമയത്ത് കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും, വണ്ടി കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓടിക്കാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടുന്നൊരു പ്രമോഷൻ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മളും ചില സമയത്ത് 5 മണി തൊട്ട് 6 മണി, വൈകുന്നേരം 5 മണി തൊട്ട് 6 മണിന് പീക്ക് ടൈം ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഓടുവാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന പൈസയും കൂടുതലായിരിക്കും, എപ്പോഴും നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കിട്ടുന്ന ഫീയും കൂടുതലായിരിക്കും. നമുക്ക് എക്സ്ട്രാ ഓരോ ട്രിപ്പിന് 50 രൂപ 40 രൂപ, പല സമയത്തും പല എമൗണ്ട് അത് കിട്ടും. ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ എവിടെയെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ മുൻകൂട്ടി ഇന്ന വണ്ടി ചില സമയത്ത് വണ്ടി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത് തരും. നാളെ 5 മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര രൂപയ്ക്ക് ഓട്ടം, ഫീസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റിസർവേഷനകത്ത് ഇടയ്ക്ക് നമ്മൾ കയറി നോക്കാൻ നേരത്ത് അങ്ങനെ നമ്മൾ നിയർ ബൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യണം. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം കൺഫേം ചെയ്യണം. ഇപ്പം നമുക്ക് വൺസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്കത് എലിജിബിൾ ആവുകയാണെങ്കിൽ ആ സമയത്തുള്ള ഓട്ടം മിക്കവാറും ഇൻ്റർസിറ്റികളായിരിക്കും അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കണം ഈ റിസർവേഷൻ. അപ്പം നമുക്ക് ആ ഓട്ടം നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും. അപ്പം ഈ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂറിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തണം. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ അത് ഈ പ്രമോഷൻ റിസർവേഷൻ. പിന്നെ ഉള്ളൊരു സംഭവമാണ് ഏണിങ്സ്. അതിപ്പോൾ നമ്മൾ ആ മറ്റേ കാണിച്ച ഏണിങ്സ് തന്നെയാണിത്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇതിനകത്ത് കാർഡ് പേയ്മെൻറ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്ര രൂപയാണ് വരേണ്ടത് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് നമുക്ക് അക്കൗണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കുറച്ച് മുന്നേ പറഞ്ഞില്ല, നമുക്ക് ഓടുമ്പോൾ കിട്ടുന്നത് ക്യാഷ് കളക്ടഡ് എന്നും പറഞ്ഞ് കിട്ടുന്ന യൂബറിൻ്റെ കമ്മീഷനും കൂടി ഉൾപ്പെടെ. അപ്പോൾ ആ കമ്മീഷൻ യൂബറിനുള്ള പൈസ, ഓടുന്ന പൈസ നമ്മുടെ പൈസയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിങ്ങനെ ക്യാഷ് കളക്ടഡ് എമൗണ്ട് വരാൻ നേരത്ത് യൂബറിൻ്റെ കമ്മീഷനും കൂടി നമ്മുടെ കയ്യിലിരിക്കുമല്ലേ. അപ്പോൾ ഇതിനകത്ത് ചില ഓൺലൈൻ ട്രിപ്പുകൾ വരും. ഈ ഓൺലൈൻ ട്രിപ്പ് വരാൻ നേരത്ത് ആ ഓൺലൈൻ ട്രിപ്പിൻ്റെ പൈസയിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള കമ്മീഷൻ പിടിച്ചിട്ട് ബാക്കി പൈസ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് യൂബറിന് അവകാശപ്പെട്ട പൈസ ഓൺലൈൻ ട്രിപ്പിൽ നിന്ന് എടുത്തിട്ട് ബാക്കി പൈസ ആയിരിക്കും നമുക്കിവിടെ കാണിക്കുന്നത്. ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് മറ്റേ ആ പ്രമോഷൻ്റെ സംഭവം തന്നെയാണ്, മറ്റേ കാണിച്ചത് തന്നെയാണ് പ്രമോഷൻ്റെ സംഭവം. ഇത് റെഫറാൻ്റെയാണ്, മറ്റേത് തന്നെയാണ്. ഇത് സമ്മറി. നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര രൂപ കൂടി, എത്ര രൂപ കറണ്ട് ബാലൻസ് ഉണ്ട്, എത്ര രൂപ കിട്ടാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ മൊത്തം ട്രിപ്പ് കൂടിയതും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് അക്കൗണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ. ഇത് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, ഇത് പേയ്മെൻറ്റ്, ടാക്സ് ഇൻഫോ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അഡ്രസ്സും പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റേറ്റിംഗ്. അത് ഏറ്റവും ഇടതുവശത്ത് ഏറ്റവും മുകളിലുള്ള അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇടതുവശത്ത് കാണുന്ന ഈ റേറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമ്മൾ ദൈവത്തെ ഓർത്ത് ഒരിക്കലും
റിപ്പോർട്ടടി മേടിക്കരുത്. മാക്സിമം അവരെത്ര നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ജോലി ഇതായിപ്പോയി. ഓക്കെ, നമ്മളതുകൊണ്ട് ഈ റേറ്റിംഗ് മാക്സിമം നമുക്ക് ഓട്ടം കിട്ടുന്നത് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടിയുടെ മോഡൽ, നമ്മുടെ റേറ്റിംഗ് ആണ് അതിൽ ഏറ്റവും ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് ആ റേറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു പരിപാടി, റേറ്റിങ്ങിനെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന ഒരു ഓട്ടം പോലും എടുക്കാതിരിക്കരുത്. ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ചില ഓട്ടങ്ങൾ ഞാൻ എടുക്കാറില്ല എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തും വള്ളിക്കെട്ട് ചില സമയത്ത് നഷ്ടമായിരിക്കും ഓട്ടം, നമുക്കൊരു മെച്ചം ഉണ്ടാകാത്ത ഓട്ടമായിരിക്കും. പക്ഷെ എന്നാലും നമ്മളത് എടുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, യൂബർ നമുക്ക് ചെറിയൊരു നഷ്ടം വന്നാൽ ആ നഷ്ടം നികത്താനുള്ള അടുത്തൊരു ഓട്ടം നമുക്ക് തരും. അതുകൊണ്ട് നഷ്ടമുള്ളൊരു ഓട്ടമാണ്, പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ ആ ഓട്ടം എടുക്കണം. കാരണം അക്സെപ്റ്റൻസ് റേറ്റും ക്യാൻസലേഷൻ റേറ്റും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആൾക്കാർ നമ്മൾ റിപ്പോർട്ട് അടിക്കുന്നു. അപ്പം അതിൽ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ഓട്ടം വന്നാലും നമ്മൾ എടുക്കുക. എടുത്ത ഓട്ടം ഒരു കാരണവശാലും നമ്മൾ ക്യാൻസൽ ചെയ്യില്ല. അതാണ് ഇവിടുത്തെ ഈ രണ്ടാമത്തെ ഈ 0% കാണിക്കുന്നത്, അതാണ് ക്യാൻസലേഷൻ റേറ്റ്. അതൊരിക്കലും ചുമലയാകരുത്. കണ്ടോ, നമ്മൾ എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് കാണിക്കണം. ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ട്രിപ്പ് പോലും നമ്മൾ എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യില്ല. കാരണം ഓട്ടം ഭയങ്കരമായിട്ട് കുറയും അങ്ങനെ ചെയ്യുവാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം അക്സെപ്റ്റൻസ് റേറ്റ്, നമ്മൾ വരുന്ന ട്രിപ്പൊക്കെ എടുക്കുക. അതാണ് മെയിൻ ഇത്. പിന്നെ നമുക്ക് റിപ്പോർട്ട് അടി കിട്ടാതിരിക്കുക. നമ്മളിതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കണ്ട 493 5 സ്റ്റാറും 4 സ്റ്റാർ 2 3 സ്റ്റാർ 4 1 സ്റ്റാർ 1 എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. ഈ 30 ദിവസം കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. പക്ഷേ എന്നാലും ഇവിടെ കാണും, ഇത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാലും ഈ 4 സ്റ്റാർ 3 സ്റ്റാർ 2 സ്റ്റാർ 1 സ്റ്റാർ ഒരിക്കലും വരരുത്. കസ്റ്റമറോട് ഞാൻ ഇന്നവരെ ചോദിച്ചിട്ടില്ല, അത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, എനിക്കതൊക്കെ അറിഞ്ഞു തന്നേക്കണം 5 സ്റ്റാർ. പക്ഷെ നമുക്ക് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നമ്മൾ 5 സ്റ്റാർ അവരോട് ചോദിച്ച് മേടിച്ചു വിടുക. ഞാൻ മിക്കവാറും കേടുന്ന കസ്റ്റമറോട് നല്ല കമ്പനി ആകാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 5 സ്റ്റാർ വരുന്നത്. ഞാൻ ആരോടും അങ്ങനെ ഉടക്കാറില്ല. ഈ 1 സ്റ്റാർ കിട്ടിയത് ഒരു കാരണമുണ്ട്. എൻ്റെ പഴയൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു റേറ്റിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളെപ്പറ്റി ചെറിയൊരു ബയോ ഒക്കെ ഇടാം, അല്ലെങ്കിൽ അറിയാവുന്ന ലാംഗ്വേജസ് ഇടാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ട 980 ട്രിപ്പ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 മാസമായി ഞാൻ ഓടാൻ തുടങ്ങിയിട്ടു. ഇപ്പോൾ ഇതിനകത്ത് എനിക്കൊരു 6 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. കാരണം അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഈ 5 സ്റ്റാറിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുക, ആർക്കെങ്കിലും നമ്മൾ ഇത് എനിക്ക് ഒരാൾ തന്നതാണ്. കാരണം അയാൾക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, ഒരു സെലിബ്രിറ്റിയാണ് അത് പുള്ളി, ഒരു മലയാളിയാണ്, ഒരു ഹിന്ദിക്കാരും വലിയ സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരാളാണ് പുള്ളിയായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയപ്പോൾ പുള്ളി എന്നോടുള്ള സ്നേഹം കൂടി 6 സ്റ്റാർ തന്നു. എനിക്കത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഓട്ടം അതിൻ്റെ അറിയാനുണ്ടായിരുന്നു എനിക്ക്. അവരെ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അവർ ഇതുപോലെ 5 സ്റ്റാറിന് അപ്പുറത്തുള്ള കോംപ്ലിമെൻറ്റ്സ് തരും. അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അത്. ഇതാണ് റേറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ഈ പ്രൊഫൈൽ ഫോട്ടോ എപ്പോഴും നമ്മൾ ആദ്യത്തെ ഫോട്ടോ നല്ല ഇടാൻ നോക്കുക. കാരണം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് കസ്റ്റമർ നമുക്ക് തരുന്ന 6 സ്റ്റാർ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡ് വരും, ഗ്രേറ്റ് കോൺവെർസേഷൻ, നല്ലതായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഗ്രേറ്റ് കോൺവെർസേഷൻ തരും, നല്ല രീതിയിൽ. അതൊരു നമുക്ക് അവർ തരുന്ന ഓരോരോ കോംപ്ലിമെൻറ്റാണ്. നമ്മുടെ വണ്ടി നല്ലതാണെങ്കിൽ ഗ്രേറ്റ് അമ്യൂണിറ്റീസ് ഉണ്ടെന്നും പറഞ്ഞ് തരും, ടൈഡി ആൻഡ് ക്ലീൻ, വണ്ടി നല്ല ക്ലീൻ ആണെങ്കിൽ തരും. അങ്ങനെ അവർ തരുന്ന ഓരോരോ ഇതാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നല്ലൊരു ഓട്ടം കിട്ടാൻ നമ്മളെ സഹായിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംഭവിക്കാം. അതെന്താണ് സംഭവിച്ചത്, അത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്. അക്കൗണ്ട് ബ്ലോക്ക് കിട്ടിയ കാര്യം പറഞ്ഞില്ലേ, അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓടിച്ചാൽ മാത്രമേ ഓട്ടം കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് അപകടത്തിലാണ്. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് സംഭവം. അവൻ ചെറിയൊരു ഉഡായിപ്പ് ചെയ്തു. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇതാണ്, ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയും. അതായത് യൂബർ നമുക്ക് ഓട്ടം തന്നിട്ട് യൂബറിനിട്ട് തന്നെ പണിയാൻ നോക്കരുത്. അതായത് വരുന്ന ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ആ ട്രിപ്പ് പ്രൈവറ്റ് ട്രിപ്പ് ആക്കാൻ നോക്കരുത്. കാരണം അത് യൂബർ ഉറപ്പായിട്ടും ഇത് കണ്ടുപിടിക്കും. കാരണം നമ്മുടെ ലൊക്കേഷനും കസ്റ്റമറുടെ ലൊക്കേഷനും അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ഓട്ടം വന്നിട്ട് നമ്മൾ കസ്റ്റമറെ കൊണ്ട്, ചിലർ ചെയ്യുന്നതാണ് കസ്റ്റമറെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കും. കസ്റ്റമറെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. യൂബറിന് കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ ഈ സുഹൃത്ത് അങ്ങനെ ക്യാൻസലേഷൻ ചെയ്യിപ്പിച്ച് അവനത് പ്രൈവറ്റ് ട്രിപ്പ് ആക്കിയപ്പോൾ കിട്ടിയ പണിയാണ്. ഓൾറെഡി അവൻ്റെ ഒരു വാണിങ് കൊടുത്തതാണ്. എന്നിട്ടും വീണ്ടും ഓൺ ചെയ്തപ്പോൾ വീണ്ടും രണ്ടാമത് വാണിങ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ആയിട്ട് തെറ്റവൻ ആവർത്തിക്കുകയാണെങ്കിൽ
അക്കൗണ്ട് പെർമനൻ്റ്ലി ബ്ലോക്ക് ആവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിൽ വേറെ അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ശരിയാണ്, എല്ലാവരും പറയും റാപ്പിഡോ ഉണ്ട്, യാത്രയുണ്ട്, ഓലയുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറയും. പക്ഷെ ഉള്ളൊരു കാര്യം പറയാമല്ലോ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ഈ യൂബർ ആയിരിക്കും. മറ്റുള്ള ഈ ആപ്പിനെ ഒന്നും നമുക്ക് സ്ഥിരമായിട്ട് നമ്പാനും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ടൗൺ, ഈ സിറ്റി മാത്രമേ ഈ പറഞ്ഞ ആപ്പുകൾക്കൊക്കെ ഓട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഓട്ടം പോയിട്ട് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂബറിനെ മാത്രം ആൾക്കാർക്ക് അറിയാവുള്ളൂ. യൂബറിൽ നിന്ന് മാത്രം ഓട്ടണം കിട്ടത്തുള്ളൂ. കാരണം യൂബർ ഓൾറെഡി അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ള ഈ അക്കൗണ്ടൊക്കെ വെച്ച് ഇവിടെ ആപ്പൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല. യൂബർ ഒരിക്കലും നമ്മൾ കളയരുത്. കാരണം എന്നും നിലനിൽക്കുന്നതും യൂബർ ആയിരിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടം കിട്ടുന്നതും യൂബർ ആയിരിക്കും. ഓട്ടം തീരെ ആർക്കും ഇല്ലാത്ത സമയത്തും യൂബറിന് കുറച്ചെങ്കിലും ഓട്ടം ഉണ്ടാവും. ഇച്ചിരി ഉള്ളിലോട്ട് പോകുമ്പോഴും ഓട്ടം ഉണ്ടാവും. ദൂരത്തേക്ക് പോകുമ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടുന്നത് യൂബർ ആയിരിക്കും. മറ്റുള്ള ആപ്പിനെ നമുക്ക് സ്ഥിരമായിട്ട് നമ്പാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും യൂബറിൽ കള്ള ട്രിപ്പ് എടുക്കരുത്. യൂബർ നമ്മുടെ ലൊക്കേഷനും കസ്റ്റമറുടെ ലൊക്കേഷനും കൃത്യമായിട്ട് അറിയാം. അവരത് റീവെരിഫൈ ചെയ്യും. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ വന്നേക്കണ്ട, നിങ്ങളുടെ അക്കൗണ്ട് അപകടത്തിലാണ്. പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, യൂബറിന് ആപ്പിന് പുറത്ത് വ്യക്തിഗത ഓഫ്ലൈൻ ട്രിപ്പുകൾ എടുക്കാൻ നിങ്ങൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടതായി തോന്നുന്നു. ഇത് നിങ്ങൾ ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ട്രിപ്പുകൾ, എയർപോർട്ട് പ്രീമിയം റെൻ്റ്, ഇൻ്റർസിറ്റി റിസർവേഷൻ 14 ദിവസത്തേക്ക് തടയപ്പെടും. നിങ്ങളുടെ അക്കൗണ്ട് 7 ദിവസം വരെ ഹോൾഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്തേക്കാം. ശ്രദ്ധിച്ചേക്കണം, ഈ ഒരു ലാസ്റ്റ് പോയിന്റാണ് സംഭവിക്കാൻ പോകുന്നത്. ഓൾറെഡി ഒന്ന് ലോക്ക് കിട്ടിയതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ മോശം ഉപഭോക്തൃ അനുഭവം സൃഷ്ടിക്കുമ്പോൾ യൂബർ നയങ്ങളുടെ ലംഘനവുമാണ്. അതിനാൽ ഇവ സ്വീകാര്യമല്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സംഭവം ഇതാണ്, ഒരിക്കലും നമ്മൾ യൂബറിനെ പറ്റിച്ച് കള്ള ട്രിപ്പ് എടുക്കാൻ നോക്കരുത്. എടുത്താൽ ഉറപ്പായിട്ടും പെർമനൻ്റ് ആയിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ആവും. സോ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നവർ ആയിരിക്കും കൂടുതലും. പിന്നെ അത് ഓൾറെഡി യൂബർ ഓടിക്കുന്നവർക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ചും കൂടി അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ആദ്യമായിട്ട് വരുന്നവർ ഇപ്പം ഓട്ടം കിട്ടാനുള്ള വഴികളും എവിടെ കിടന്ന് ഓട്ടം കിട്ടും, ഈ എക്സ്ട്രാ മണി എങ്ങനെ ഉണ്ടാകാം, ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്തായി. എക്സ്ട്രാ മണി എങ്ങനെ ഉണ്ടാക്കാം, എവിടെ കിടന്ന് ഓട്ടം കിട്ടും, ഏത് സമയത്തുകൂടി ഓട്ടം കിട്ടും, എവിടെയൊക്കെ കിടക്കണം, ഏതൊക്കെ ലൊക്കേഷൻ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ്, കൊച്ചിയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഓട്ടം കിട്ടുന്ന സമയങ്ങൾ, പീക്ക് അവർ, ചില സമയത്ത് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നപ്പോൾ ഒരു ഓട്ടം കിട്ടാത്ത സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചില ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ കിടന്ന് ഓട്ടമൊക്കെ കിട്ടും. അപ്പം ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ, ഇപ്പം 2-3 വീഡിയോയിൽ ഞാൻ കുറച്ച് ട്രിപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ ഓരോരോ എപ്പിസോഡായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കായിരിക്കും. ചില ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം എനിക്കിപ്പോൾ പനിയായിട്ട് ഞാനിപ്പം വീഡിയോ വന്നേക്കണം. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ആ വീഡിയോ എടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, തിരക്കായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് തുടർന്ന് വീഡിയോസ് എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ട്രിപ്പും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇനിമേ ഇത്ര നേരം കണ്ടതിന് വളരെ നന്ദി.